Hello everyone, welcome to Nafi the Educator. It's me Nafi. Yes, നിങ്ങൾ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തിട്ട് ഇനിയും എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യണം. നിങ്ങൾ 2-3 കാര്യങ്ങൾ ആദ്യം കമന്റ് ചെയ്യണം. ഒന്നാമത് കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ, രണ്ടാമത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത്, മൂന്നാമത് നിങ്ങൾ അഡ്മിഷൻ എടുത്തോ ഇല്ലയോ, അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി അഡ്മിഷൻ ആണോ പെർമനന്റ് അഡ്മിഷൻ ആണോ എന്നൊരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ പല കുട്ടികൾക്കുള്ള സംശയമാണ്, ഇനിയും എനിക്ക് എഡിറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം. നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് വരെ എന്തായാലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഒന്നും കാണുന്നില്ല. നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് വരെ എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പോൾ അത് അത്ര അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് വരെ എഡിറ്റിങ്ങിനൊരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. ഇനി തേർഡ് അലോട്ട്മെന്റിന് ശേഷം എഡിറ്റിംഗ് ഓപ്ഷൻ വരുമെന്ന് വെച്ചാൽ അതിനും നിലവിലൊരു ഉത്തരവൊന്നും വന്നിട്ടില്ല കേട്ടോ. ചിലപ്പം ഈ തേർഡ് അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് വന്നേക്കാം. പക്ഷേ അത് ജൂൺ 18 ശേഷമായിരിക്കും എന്തായാലും എന്ത് ചെയ്യുക, ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും കേട്ടോ. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് 3 അലോട്ട്മെന്റ് ഉണ്ടാവും. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നേക്കാം. അതിലും നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ പല കുട്ടികളും എന്നോട് മെസ്സേജ് അയക്കും, സാറേ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ മക്കളെ ചോദിക്കട്ടെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്? എന്തിനാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്? നിങ്ങൾ ഒരുപാട് തവണ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്കൂളിൽ ഏറ്റവും ആഗ്രഹമുള്ള കോഴ്സിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു സ്കൂൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ അത് കിട്ടിയാൽ പിന്നെ നിങ്ങൾ പോയേ പറ്റൂ. ഇനി നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ എങ്ങനെ മാറ്റാൻ പറ്റുന്ന സൊല്യൂഷൻ ട്രാൻസ്ഫർ മാത്രമാണ്. ട്രാൻസ്ഫർ വരും, പക്ഷേ ട്രാൻസ്ഫർ സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. സ്കൂൾ തുറന്നതിന് ശേഷം ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിലേക്കോ വരുന്ന സ്കൂളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആ കോഴ്സിൽ നിങ്ങൾക്ക് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് അത് ആഗ്രഹമില്ലാത്ത സ്കൂളാണെങ്കിൽ അത്തരത്തിലൊരാളാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സിനും nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാൻ ഞാൻ അവിടെ എന്ത് ചെയ്യും, റിപ്ലൈ തരാൻ റെഡിയാണ്. ഒരുപാട് ഉള്ള അയക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് മേജർ അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ +1 അലോട്ട്മെന്റിൽ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് വരെ എഡിറ്റിംഗ് പോസിബിൾ അല്ല. ഇനി അതിനുശേഷം വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയ ആളുകൾ അവർക്ക് ഇനി സ്കൂൾ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്കുള്ള സൊല്യൂഷൻ ട്രാൻസ്ഫർ ആണ്. ആ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആ സ്ട്രീമിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറും ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.